എന്നാൽ ഇവിടെ ചില ടീമുണ്ട്, അവർക്ക് ഭയങ്കരമായ വിഷയമാണ് എന്നോട്. ഒന്ന്, ഞാൻ പേഴ്സണലി എന്തെങ്കിലും ഒരു കണ്ടന്റ് അവരുടെ അടുത്ത് ചെയ്യുമ്പോൾ അവർ റിവെഞ്ച് മോഡ് ഓണാക്കി വെക്കും. ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് റിപ്ലൈ വരില്ല. എന്നിട്ട് എവിടെയെങ്കിലും ഒരു വഴിക്ക് എനിക്കിട്ട് പണിയാൻ പറ്റുമോ നോക്കി നടന്നിട്ട് ഞാൻ ഏറെ പോകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ചാടിത്തുള്ളി വരും ചില ദേവദാസിമാരും ചില പ്ലക്കികളും. ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് 100% ഉറപ്പുണ്ട്, ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി ഹരാസ് ചെയ്തിട്ടില്ല, വേറെ വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല, മോശം തമ്മിൽ ഇട്ടിട്ടില്ല, ടൈറ്റിൽ ഇട്ടിട്ടില്ല. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു വ്യക്തിക്കും ഹേർട്ടാവാതെ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിപ്പോയ ഒരാളാണ്. ഓക്കെ, അവർക്ക് ഈ വിഷയം എങ്ങനെയെങ്കിലും അഖിൽ NRD വിഷയം സംസാരിക്കണം. അതിനിപ്പോൾ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഒളിച്ചോട്ടം എന്നുള്ളൊരു വിഷയം സംസാരിക്കണം. എന്നിട്ട് അതിന് വരുന്ന ട്രാക്ഷനും വ്യൂവർഷിപ്പും അവർക്ക് എടുക്കണം. മിണ്ടാതെ പോകുന്നവർ മിണ്ടാതെ പോകൂടെ, വിഷയമേ സംസാരിക്കാൻ പറ്റും. ഞാനങ്ങനെ എത്രയോ വിഷയങ്ങൾ മിണ്ടാതെ പോയിട്ടുണ്ട്, പറയാൻ പോലും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ചില നന്മ മരങ്ങൾ അങ്ങനെയല്ല. ചില ഏട്ടന്മാരും ചില ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവർ സ്വയം വിളിക്കാൻ വേണ്ടി ഇന്നെ പിടിച്ചാൽ ഡിറ്റർജൻ്റ് ആക്കി. ഒരു സുഹൃത്തിനെ കുറിച്ചോ ഒരാളെക്കുറിച്ചോ ഇങ്ങനെ പറയാൻ പാടുമോ എന്ത് പറയാൻ പാടുമോ, ഞാൻ എന്താ വീഡിയോനകത്ത് പറഞ്ഞു അതിവർ പറയുന്നില്ല. ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ ഇവർ അഴിച്ചു വിടുന്നത് എന്താ, ഡിവോഴ്സിനെ കുറിച്ചും പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും. ഇതന്നെയല്ലേ ഞാൻ എൻ്റെ വീഡിയോനകത്തും പറഞ്ഞത്. എങ്ങനെയോ അവർക്ക് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്ന കുറ്റം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ വിഷയം സംസാരിക്കണം എന്നുള്ള രീതിക്ക് പോയാൽ കുറച്ച് നന്മ മരങ്ങൾ അവരെ ഞാൻ കണ്ടു. അഷ്കർ പ്ലക്കിക്ക് ഒരുമാതിരി കുറേ ദേഷ്യങ്ങളാണ് എന്നോട്. ഈ അടുത്ത് ഇവൻ ഈ ഹനാൻ ഷാ ഈഗിൾ വിഷയത്തിൽ നല്ല രീതിയിൽ ഏറെപ്പോയി. ഓക്കെ, ഞാൻ ആ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്തു. അതിനു മുമ്പ് കാദർ കരിപ്പോടി വിഷയം, കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി വിഷയം, അങ്ങനെ കുറേ അധികം വിഷയങ്ങളിൽ പ്ലക്കി ഏറിപ്പോയ സമയത്ത് ഞാൻ വളരെ മാന്യമായി, വളരെ എനിക്ക് എൻ്റെ അറ്റ്മോസ്റ്റ് മാന്യതയിൽ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. ആൻഡ് ഇവൻ പറയുന്നു ഞാൻ ഈ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് എടാ ഉളുപ്പില്ലാത്ത നാറി, നീ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സാധനവും എടുത്ത് തലയിൽ വെക്കുന്ന ഒരു തരം, നീ ഏതൊക്കെ കേസുകളിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരാൾ നാട്ടിൽ പോണ വഴിക്ക് അയാൾക്ക് ഒരു ഡാൻസ് കളിക്കാൻ തോന്നിയിട്ട് ഒരു ഫോൺ എവിടെയെങ്കിലും വെച്ച് ഒരു റീല് കളിച്ചതിൽ പാട്ടും കൂട്ടിയിട്ട് അവനെ കണ്ണാപ്പി എന്ന് വിളിച്ച് റീൽ ചെയ്ത് അല്ല മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഊക്കി വിടുന്ന ഒരുത്തനാ നീ ഒരാളെ റെസ്പെക്ട് ചെയ്യും അല്ലേ? നീ എത്ര ഫാമിലി ഇഷ്യൂസ് എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടാ എരപ്പേ? അല്ല, ഇവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ഏതോ നന്മമരമാണ്. അഷ്കർ പ്ലക്കിന്റെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഫുൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ. നാസ എത്ര റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടു, ഭൂമി എന്ന് അവസാനിക്കും, ഏലിയൻ ലൈഫ് ഉണ്ടോ, ഇങ്ങനത്തെ വീഡിയോസ് ആണല്ലോ പ്ലക്കി ഇരുന്ന് ചെയ്യാറ്. ഈ കാണിക്കുന്നതേ ചെറ്റത്തരം, അതേ ചെറ്റത്തരം തന്നെയാണ് ഞാനും കാണിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് വീഡിയോ ആക്കുന്നത്. എനിക്കില്ലാത്ത എന്ത് ഡെക്കറേഷനാണ് അണക്കുള്ളത്? അപ്പൊ എന്റെ ആവശ്യം എന്താ? അന്നെ ഞാൻ പറഞ്ഞതിന് ടൈം കിട്ടുമ്പോ തരം കിട്ടുമ്പോ അടിച്ചോ, പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. പ്ലക്കി ആണെങ്കിലും ദേവദാസി ആണെങ്കിലും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ വിഷയമാണ് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. നാളെ അഖിൽ NRD എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് പറയുകയാണ് എനിക്ക് സായി ചെയ്ത വീഡിയോയിൽ സങ്കടം വന്നു, സായി എന്നെ ചതിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് NRDയോട് ഓപ്പൺ ആയി മാപ്പും പറഞ്ഞ് ഞാൻ പോയിക്കൊണ്ട്. ഇവിടെ ഇപ്പൊ നടക്കുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും അല്ലെങ്കിൽ ചില യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തറിയോ, ഞാൻ എന്തോ പറഞ്ഞതുകൊണ്ട് അഖിൽ NRDയുടെ ഭാര്യ വീട്ടിൽ നിന്ന് വിളിച്ചോട്ട് പോയി. ഇങ്ങനൊരു കണ്ടന്റ് നിങ്ങൾക്ക് താല്പര്യമില്ല, ഇങ്ങനൊരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ റിയാക്ഷൻ ചെയ്ത ചാനലുകളുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്തിനടാ കൊണടിക്കുന്നത്?